കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു സഹാബി പ്രവാചകനെയും മറികടന്നുകൊണ്ട് കുതിരപ്പുറത്ത് പാഞ്ഞു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും പുറകിലാണ്. ആ കുതിരയെ വല്ലാതെ സ്പീഡിൽ ആ സഹാബി ദ്രുതഗമനം ചെയ്ത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലൂടെ പായിക്കുകയാണ്. ആ സഹാബിയുടെ ധൃതി പിടിച്ചുള്ള ഓട്ടം കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, യാ അനസ്, ഏ അനസേ. മഹാനായ അനസ് റളിയല്ലാഹു തആലാനുവാണത്. ഹബീബായ നബി തങ്ങളെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, അനസേ, എവിടേക്കാണ് ധൃതിയിൽ നീ പാഞ്ഞു പോകുന്നത് അനസേ? ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അനസേ, എവിടേക്കാണ് നീ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് അനസേ? അനസ് റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയുള്ളൂ എന്ന് അങ്ങേക്കറിയാമല്ലോ നബിയേ. അത്യാവശ്യ യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ നബിയേ. ഞാൻ ഇനി എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് എത്താൻ ഓടിപ്പോവുകയാണ് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങൾ ചോദിച്ച, അനസേ, നീ നിന്നേക്കാൾ പ്രായം കൂടിയ പെണ്ണിനെയാണോ വിവാഹം ചെയ്തത്, അതല്ല നിന്നേക്കാൾ പ്രായം കുറഞ്ഞ പെണ്ണിനെയാണോ വിവാഹം ചെയ്തത് അനസേ? അനസ് റളിയല്ലാഹു തആല നാണത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എന്നേക്കാൾ പ്രായം കൂടിയ ആളെയാണ് ഞാൻ വിവാഹം ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല മറുപടി പറഞ്ഞു. പക്ഷേ പെണ്ണിനേക്കാൾ പ്രായം കൂടുതലാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അനസേ, ഹല്ലാ ജാരിയത്തന തുലായിബുഹാ. അനസല്ല, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അല്ലാ ജാരിയത്തന തുലായിബുഹാ വ തുലായിബുക യാ ജാബിർ. ഏ ജാബിറേ, നിന്നേക്കാൾ പ്രായം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവളുമായി കളിതമാശ പറഞ്ഞ് നിനക്ക് നിൽക്കാമായിരുന്നല്ലോ. നിന്നേക്കാൾ പ്രായം കൂടിയ പെണ്ണായതുകൊണ്ട് നിനക്കടിയില്ലല്ലോ ജാബിറേ. ജാബിർ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചതാണെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്റെ 3 പെങ്ങന്മാർക്ക് ഉമ്മയില്ല നബിയേ. ഉമ്മയില്ലാതെയാണ് ഞാൻ എന്റെ പെങ്ങന്മാരെ വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ സഹോദരിമാർക്കൊരു ഉമ്മ കൂടിയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു പ്രായം കൂടിയ പെണ്ണിനെ വിവാഹം ചെയ്തതെന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, എനിക്ക് പെങ്ങന്മാരുണ്ട്. ഞാനൊരു പ്രായം കുറഞ്ഞ പെണ്ണിനെ കെട്ടി ഞാൻ രസിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചുമതല ഏറ്റെടുത്ത എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ എന്റെ സുഖത്തെ മാറ്റിവെച്ച് അവരോട് നീതി കാണിക്കലാണെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹു ഈ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ പെങ്ങന്മാരോട് നീതി കാണിക്കണം, നിന്റെ സഹോദരിമാരോട് നീതി കാണിക്കണം. എത്രയെത്ര സംഭവത്തിന് ആശ്ലേഷണങ്ങളാണ് ഈ ചരിത്രത്തിലൂടെ ലോകം പറഞ്ഞത്. അത്യാവശ്യം കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലണം, അവളോട് നീ അനീതി കാണിക്കരുത്. പ്രവാസികളോട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തിരിച്ചു വരണേ. ആ ടിക്കറ്റിന്റെ കാശങ്ങോട്ട് പോയിക്കോട്ടെ, അതിലല്പം സമ്പന്നത കുറയുന്നല്ലേ ഉള്ളൂ. എന്നാലും വരുമ്പോ ഭാര്യക്ക് സന്തോഷം, കുടുംബത്തിന് സമാധാനം, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വലിയ സന്തോഷം. ഇത്തിരി കാശ് കുറഞ്ഞാലും ഭാര്യയുടെ അടുത്ത് പോയിക്കൂലെ മനുഷ്യന്മാരെ? ഇപ്പൊ ബാക്കവി മാസത്തിൽ 30 ദിവസം ഡേറ്റ് കൊടുത്ത എന്താ കായി? ആളുകളൊക്കെ എഴുതണ വെച്ച് 50,000 വെച്ച് കണക്കൂട്ടിയാലും ആളുകളുടെ വലിയ ചർച്ച അതാണ്. ലോകം അവസാനിക്കണമെന്നല്ല. കബീർ വാക്കവിക്ക് നൗഷാദ് വാക്കവിക്ക് എത്ര കിട്ടിയെന്നാണ്. ഇപ്പൊ നിങ്ങൾ പറയണ കണക്കനുസരിച്ച് 50,000 വെച്ച് കൂട്ടിയാലും 30 ദിവസം ഡേറ്റ് കൊടുത്ത 15 ലക്ഷം. ഓ, എന്താ കഥ? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നാക്കിനെ നിയന്ത്രിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഞാനൊന്നും പറയാറില്ല, പറയലേക്ക് എനിക്ക് ഇഷ്ടമില്ല. പറയുന്നവര് പറയട്ടെ. നായകൾ കുരയ്ക്കട്ടെ, ചന്ദ്രൻ ഉദിക്കട്ടെ, സാർത്ഥവാഹക സംഘം മുമ്പോട്ട് പോകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തകൾ നന്നാക്കി തരട്ടെ. ഞാൻ ഒരു ഹദീസ് പറഞ്ഞിട്ട് കുറച്ച് സഹോദരങ്ങൾ സദഖ ചെയ്തിട്ടുണ്ട്. സമ്പത്തൊരൽപ്പം കുറഞ്ഞാലും ഞാനിപ്പോ ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ യഥാർത്ഥത്തിൽ എനിക്കും വരണമെന്നില്ല. പള്ളത്തെ പരിപാടി മാറ്റിവെച്ചാലോ? കാരണം 5-6 ദിവസമായിട്ട് വീട്ടിലുണ്ട്. പൂജയെടുപ്പിന്റെ അവധി, മുഹറത്തിന്റെ അവധി. ഞാൻ നേരത്തെ മുന്നേ കണ്ട 5 ദിവസം വീട്ടിൽ തന്നെ, ഒരു ഡേറ്റും കൊടുത്തിട്ടില്ല.
അപ്പൊ അത് കഴിഞ്ഞിറങ്ങുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഈ ഒരു വിഷമമാണ് നമ്മുടെ സമ്പന്നത. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ഇപ്പൊ ഇവിടെ ഒരു 10,000 ആളുകൾ ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും വലിയ സമ്പന്നനാരാന്ന് പറഞ്ഞുതരട്ടെ മനുഷ്യന്മാരെ. ഇന്നത്തെ ഈ സദസ്സിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ഇപ്പൊ തങ്ങളുണ്ട്, ഉസ്താദുണ്ട്, പ്രഭാഷകരുണ്ട്, സാറന്മാരുണ്ട്. സജീവയുടെ നിംസിലോ ഫിനാൻസ് നെയ്യാറ്റിങ്ങര നിംസിലോ ഇനി ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ചാരമ്പിള എന്താ കാരമ്പിള നിംസ് മെഡിക്കൽ സിറ്റി, നൂറുൽ ഇസ്ലാം മെഡിക്കൽ സിറ്റിയുടെ ഫിനാൻസ് മാനേജർ കൂടിയാണത്, ഡയറക്ടറാണ്. അള്ളാഹു ഖൈർ നൽകട്ടെ. നിംസ് നിങ്ങൾക്കറിയോന്നറിയില്ല. അവിടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു സാറ്റലൈറ്റ് തന്നെ സ്വയം രൂപകൽപ്പന ചെയ്തത്, അല്ലേ? അങ്ങനല്ലേ? ഞാൻ എല്ലാത്തിനെയും കുറിച്ച് വായിക്കുന്ന ആളാണ്. യൂണിവേഴ്സിറ്റിയിൽ സ്വന്തമായൊരു സാറ്റലൈറ്റ്. ഈ സമുദായം ചെറുതല്ല, ഈ സമുദായം പുറകിലല്ല. സ്വന്തമായൊരു സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്തു അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി പ്രവർത്തകരും. UN ഐക്യരാഷ്ട്രസഭയുടെ ബഹുമതി നേടിയെത്ത ആളാണ് അതിന്റെ MD ഫൈസൽ ഖാൻ. പ്രബന്ധം അവതരിപ്പിച്ച ആൾ. അറിയണം നമ്മൾ. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇസ്രാവും മിറാജും പഠിച്ചവന് എന്ത് സാറ്റലൈറ്റും ഉപഗ്രഹവും. ഇസ്രാവ് തന്നെ ഏറ്റവും വലിയ സാറ്റലൈറ്റാണ്. സുബ്ഹാനല്ലദി, സമയം ഇത് മാറിപ്പോയതുകൊണ്ടാണ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ബുറാഖ് എന്ന ഉപഗ്രഹവുമായി വന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിതങ്ങളെ കയറ്റി ആ ഉപഗ്രഹം ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയി ഇറക്കി അവിടെ നിന്ന് മേപ്പോട്ട് ആകാശത്തിന് ആരോഹണം നടത്തി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇത് പറയുമ്പോ എന്റെ പൊന്നു മനുഷ്യന്മാരെ ചിന്തിക്കേണ്ട, യഥാർത്ഥത്തിൽ ആകാശത്തേക്ക് പോകാൻ എളുപ്പം മക്കയെന്ന് പോക്കല്ലേ? മക്കയാണ് പ്രപഞ്ചത്തിന്റെ മധ്യം. അപ്പൊ അവിടെ നിന്ന് നേരെ പോയാൽ അതിന്റെ മുകളിലാണ് ബൈത്തുൽ മഅ്മൂർ, അതിന്റെ മുകളിലാണ് അർശ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ ഏറ്റവും എളുപ്പ വഴിയേതാ? ഒന്ന് ചിന്തിക്കും മനുഷ്യന്മാരെ, ഏറ്റവും എളുപ്പ വഴിയേതാ? നിങ്ങൾ റബ്ബറിന്റെ വില കുറഞ്ഞോ സ്വർണത്തിന്റെ വില കൂടിയോ നോക്കിയിട്ടിരിക്കുക. ഏറ്റവും എളുപ്പവഴി മസ്ജിദുൽ ഹറാമിൽ നിന്ന് നേരെ പോകലാണ്. പക്ഷേ ഇപ്പൊ ഈ പള്ളത്തേക്ക് വരാൻ മുളന്തുരുത്തി വഴി വരണതിന് പകരം ഒരുത്തം പെരുമ്പിലാവ് പോയിട്ട് പട്ടാമ്പി വരെ വരുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ പിന്നെ എന്തിനാ മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പോയത്? മോനെ, ഉപഗ്രഹം മുകളിലോട്ട് പോകണമെങ്കിൽ സ്പേസ് വേണം. ആ സ്പേസ് ഫലസ്തീനിലുള്ളൂ, മസ്ജിദുൽ ഹറാമിൽ സ്പേസ് ഇല്ല. ആകാശത്തിന് വാതിലുണ്ട്, തട്ടുകളുണ്ട്. ആകാശത്തിന്റെ തട്ടുകളിൽ തട്ടി ഉപഗ്രഹം ബുറാഖ് മുകളിലേക്ക് പോവില്ല. സ്പേസ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ആകാശത്തിന് വാതിലുകളുണ്ട്, അതിലൂടെ ഉപഗ്രഹം മുകളിലേക്ക് പോകൂ. അതുകൊണ്ടാണ് നാസയ്ക്ക് ഉപഗ്രഹം വിക്ഷേപിക്കണമെങ്കിൽ അർജന്റീന വേണം യൂറോപ്പിന്. ഇന്ത്യയിൽ ഉപഗ്രഹം വിക്ഷേപിക്കണമെങ്കിൽ പള്ളത്ത് വന്നിട്ടോ വള്ളത്തോളിന്റെ അടുക്കൽ വന്നിട്ട് പോയാൽ പോവില്ല. ശ്രീഹരിക്കോട്ടയിൽ തുമ്പയിൽ പോയാൽ ഉപഗ്രഹം വിക്ഷേപിക്കാൻ പറ്റും. സ്പേസ് വേണം, സ്പേസ്. അതുകൊണ്ട് ബുറാഖ് എന്ന ഉപഗ്രഹം വിടാനുള്ള സ്പേസ് ഫലസ്തീനിലേയുള്ളൂ. ഇത് പഠിച്ച മുസ്ലിമിന് ഉപഗ്രഹം കണ്ടുപിടിക്കാൻ അവനല്ലേ പ്രാപ്തൻ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഫൈസൽദാറിനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ. അള്ളാഹു ചിന്തിക്കാൻ ബോധം തരട്ടെ. അത് കണ്ട് ഇതൊന്നുമല്ല ഏറ്റവും വലിയ സമ്പന്നനാരാ പറഞ്ഞു തരട്ടെ. 3 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ഭാര്യയില്ല, മക്കളുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ സമ്പാദിക്കുകയാണ്. സമ്പാദിച്ച് അവസാനം മക്കൾ വാപ്പാടെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങൾ ഞങ്ങളോട് നീതി കാണിച്ചിട്ടില്ല, നിങ്ങൾ ഞങ്ങളോട് നീതി കാണിച്ചിട്ടില്ലെന്ന് മക്കൾ പറയും. വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. എനിക്കിപ്പോഴും പേടിയുണ്ട് എന്റെ മക്കളുടെ കാര്യത്തിൽ. അവരൊരിക്കൽ എന്നോട് പറയും, വാപ്പ വാളു പറഞ്ഞാലും വാപ്പ ഞങ്ങളോട് നീതി കാണിച്ചിട്ടില്ല. മാസത്തിലൊരിക്കൽ വീട്ടിലെത്തുന്ന വാപ്പ എന്ത് നീതി കാണിക്കും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സഹാബി കുട്ടിയെ ഒക്കത്തിട്ട് വന്നു. ആ കുട്ടിയുടെ കയ്യിൽ ഒരു കളിപ്പാട്ടമുണ്ട്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് വേറെ മകനുണ്ടോ? ഉണ്ട് നബിയെ. ആ കുഞ്ഞിനെ നീ എന്തേ കടയിൽ കൊണ്ടുപോയി കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തില്ല? യാ റസൂലല്ലാഹ്,
ഇവൻ എന്റെ ചെറിയ മോനാണ് നബിയെ, അവൻ ഞാൻ ഇറങ്ങുമ്പോൾ കരയാറുണ്ട്. നമ്മുടെ ചെറിയ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കരയാറുണ്ട്. അവരെ ബൈക്കിലേറ്റിയിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി മിഠായി വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാറുണ്ട്. സഹോദരാ കേട്ടുകൊള്ളുക, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബി നിന്റെ മക്കളോട് നീ നീതി കാണിക്കണേ. 2 മക്കളുണ്ടെങ്കിൽ 2 പേരെയും ചന്തയിൽ കൊണ്ടുവന്ന് 2 പേർക്ക് നീ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണേ. ഒരാൾക്ക് മാത്രം കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തത് നിന്റെ മക്കളോട് നീ കാണിച്ച അനീതിയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തെ നീട്ടിപ്പരത്തി എന്റെ ഈ ഗ്രാമവാസികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഭാര്യയോടുള്ള സ്നേഹം മറന്നു പോകുന്ന, മക്കളോടുള്ള കടപ്പാടുകളും മറന്നു പോകുന്ന ആ മക്കള് നാളെ പറയും, അല്ലാഹുവേ യാ ലൈതനാ റബ്ബനാ ആതിഹിം അൽഫൈൻ മിനൽ അദാബ് വല്ലനഹും ലഅനന കബീറാ. പടച്ചവനെ, വീട്ടിലിരുന്നിട്ട് ഞങ്ങൾക്ക് തർബിയത്ത് നടത്താൻ, അല്ലാഹുവിന്റെ റസൂലിനെയും ഖുർആനും പഠിപ്പിച്ചു തരാൻ ഞങ്ങളുടെ വാപ്പക്കും ഉമ്മക്കും സമയമുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷ നാളെ നീ പരലോകത്തിൽ നീ അവർക്ക് നൽകണേ എന്ന് നിന്റെ മക്കൾ നിനക്കെതിരെ സാക്ഷി പറയും, അവരോട് അനീതി കാണിച്ചാലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ തിരക്കുകൾ ഒതുക്കി വെച്ച് ആര് പറയട്ടെ എന്നും പറയട്ടെ, ആരോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ടോ അവരോടൊക്കെ കടപ്പാട് നിർവഹിച്ച് നീതി കാണിക്കണേ. ഇങ്ങനെ സമ്പാദിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ചോദിച്ചപ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ആരുടെയെങ്കിലും കയ്യിൽ 3 കാര്യം ഒരു ദിവസം കിട്ടിയാൽ അവനാണെന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനത്രേ. മന്ന സുബഹ, ആരെങ്കിലും രാവിലെ സുബഹിക്ക് തന്റെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ റാഹത്തുൻ ഫീ അഹ്ലിഹി, അവന്റെ കുടുംബത്തിലെ സമാധാനമുണ്ട്. രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ കുടുംബത്തിലെ സമാധാനമുണ്ട്. ഭാര്യ ചിരിക്കുന്നുണ്ട്, മക്കള് കൊഞ്ചുന്നുണ്ട്, മാതാപിതാക്കള് ദുആ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്റെ വീട്ടിൽ കണ്ണു തുറക്കുമ്പോ ആരുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും കിട്ടുന്നുവോ? 2 വഅഫിയത്തുൻ ഫീ ജസദിഹി, ആരുടെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യമുണ്ട്, അവന് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, രോഗങ്ങളില്ല, ആകുലതകളും വ്യാകുലതകളുമില്ല. വഅഫിയത്തുൻ ഫീ ജസദിഹി, ആരുടെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യമുണ്ടോ അന്നത്തെ ദിവസം കൂലിപ്പണി ചെയ്തിട്ട് ഭാര്യ മക്കൾക്ക് അന്നം കൊടുക്കാനുള്ള ആരോഗ്യം അവന്റെ ശരീരത്തിനുണ്ടെങ്കിൽ 3 ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം തന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണവും അവന്റെ കയ്യിലുണ്ട് എങ്കിൽ അവനാണ് അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സമ്പന്നനെന്ന്. കാലില് ചക്രം പിടിച്ചതുപോലെ ജീവിതത്തിന്റെ പുറകെ ഓടി നടക്കുമ്പോ എല്ലാം നഷ്ടപ്പെട്ട അവസാനം നിരാശയോടെ പടിവാതിൽ തലയിൽ കൈ കൊടുക്കുന്ന ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. യഥാർത്ഥത്തിൽ അതല്ലേ സമ്പന്നത. രാവിലെ എഴുന്നേൽക്കുമ്പോ മക്കളോടി വന്ന് മക്കള് സുബഹി നിസ്കരിക്കുന്നുണ്ട്, ഭാര്യ നിസ്കാരപ്പായിലുണ്ട്. സുബഹി നിസ്കരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോ നിസ്കാരപ്പായിലിരുന്നിട്ട് ഭാര്യ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അല്ലാഹുവേ. സുബഹി നിസ്കരിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ കേൾക്കുന്നത് നിസ്കാരപ്പായിലിരുന്ന ഭാര്യയുടെ ദുആയാണ്, അല്ലാഹുവേ اللهم إنا نسألك خير الصباح وخير المساء وخير القضاء وخير القدر وخير الليل وخير النهار وخير ما جرى به القلم. ഭാര്യയും പെൺമക്കള് നിസ്കാരപ്പായിലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പ ജോലിക്കിറങ്ങുകയാണ്, ഇന്ന് ഞങ്ങളുടെ ഉപ്പക്കും ഞങ്ങളുടെ കുടുംബത്തിനും വിധിക്കുന്നതൊക്കെ ഖൈറാക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹു നമുക്ക് അങ്ങനത്തെ കുടുംബത്തെ തരട്ടെ. ആമീൻ പറ, ആമീൻ പറ. അംബാനിയൊന്നും കോടീശ്വരനല്ല. കാരണം അംബാനിയുടെ ഭാര്യയും അനിൽ അംബാനിയുടെ ഭാര്യയും തമ്മിൽ ഉടക്കാൻ മാസം 980 കോടി രൂപ വരുമാനമുള്ള അംബാനി സഹോദരങ്ങളുടെ ഭാര്യമാര് തമ്മിൽ ചർച്ചയില്ല. പിന്നെന്ത് സഹോദരാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
വഅഫിയതൻ ഫീ ജസദിഹി. ആരുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടിയോ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.